26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. 30 കോടി ഒന്നാം സമ്മാനമുള്ള ഓണം ബമ്പർ വലിയ ആവേശമാണ് ഭാഗ്യാന്വേഷികൾക്ക് നൽകിയിരിക്കുന്നത്. എന്നാൽ ആവേശത്തിൽ ചതിക്കുഴികളിൽ പെടാതെ നോക്കണം. തട്ടിപ്പുകാരും ഇറങ്ങിയിട്ടുണ്ടെന്നാണ് ലോട്ടറി വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. എന്തെല്ലാം കാര്യങ്ങളാണ് ബമ്പർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് പരിശോധിക്കാം. രജിസ്റ്റേർഡ് ഏജന്റുമാർക്ക് മാത്രമേ വകുപ്പ് നേരിട്ട് വിൽപ്പന നടത്താറുള്ളൂ. ഉയർന്ന മുഖവിലയുള്ള തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയിൽ നിലവിലെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് പുറമെ ഫ്ലൂറസന്റ് മഷിയിലുള്ള അച്ചടി കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വ്യാജ ലോട്ടറികൾ ഇറക്കിയുള്ള തട്ടിപ്പ് തടയാനാണിത്. പേപ്പർ ലോട്ടറികൾ മാത്രമാണ് വകുപ്പ് പുറത്തിറക്കുന്നത്. അച്ചടിച്ച പേപ്പർ ലോട്ടറി ടിക്കറ്റുകൾ അംഗീകൃത ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ നേരിട്ട് വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ഡിജിറ്റൽ പേയ്മെന്റ് ലിങ്കുകൾ എന്നിവ വഴി ടിക്കറ്റ് വാങ്ങരുതെന്നും ഭാഗ്യക്കുറി വകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി വി ഡി സതീശനാണ് കഴിഞ്ഞ ദിവസം ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ പ്രകാശനം നിർവഹിച്ചത്. ഭാഗ്യക്കുറി വകുപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയായ 30 കോടി രൂപയാണ് ഒന്നാം സമ്മാനം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ വർഷത്തെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി വിപണിയിലേക്ക് എത്തുന്നത്. 1 കോടി വീതം 20 പേർക്ക് രണ്ടാം സമ്മാനമായി നൽകുന്നുണ്ട്. മൂന്നാം സമ്മാനം 25 ലക്ഷം വീതം 20 പേർക്കും, നാലാം സമ്മാനം 5 ലക്ഷം വീതം 10 പേർക്കും, അഞ്ചാം സമ്മാനം 2 ലക്ഷം വീതം 10 പേർക്കും, 5000 മുതൽ 500 രൂപ വരെയുള്ള ലക്ഷക്കണക്കിന് സമ്മാനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാം സമ്മാനാർഹമാകുന്ന ടിക്കറ്റ് വിൽപ്പന നടത്തുന്ന ഏജന്റിന് 3 കോടി രൂപ ഏജൻസി സമ്മാനമായും നൽകുന്നുണ്ട്. 500 രൂപയാണ് ടിക്കറ്റ് വില. ടിക്കറ്റ് വിൽപ്പന തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. സെപ്റ്റംബർ 26-നാണ് നറുക്കെടുപ്പ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.